പിന്നെ അങ്ങനെ അപ്പൊ പൂരങ്ങൾക്കോ അല്ലെങ്കിൽ ഉത്സവത്തിനോ അങ്ങനെയൊന്നും ഒരുമിച്ച് എഴുന്നള്ളിക്കണ? ഞാനും ഇവരും രണ്ട് തട്ടല. ആ, അതെങ്ങനെയാ അതിന്റെ? ഇവിടെ കണ്ടമാനം ആന ഒരുപാടുണ്ട്, ആ ആനക്കാരുണ്ട്. ആ ഈ ഇവിടെ ഒരു അമ്പലത്തിൽ 2 4 ആന, 5 4 5 അല്ലേ 2. അത്രേ ഉള്ളൂ. ഇവിടെ ഇത് പാവ ആനകളൊക്കെ വടക്കോട്ട് കടന്നു കഴിഞ്ഞാൽ, ആ കാലങ്ങളിൽ എനിക്ക് പണിയാ ഇഷ്ടം. വടക്കോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീടിനകത്തോളം കാണുള്ളൂ ചില അമ്പലം. അവിടെ ഈ പിരിവ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജാതി മതം ഇല്ല. പള്ളിയിലും അമ്പലത്തിലും ഒന്നുമില്ല, ജാതി മതം ഇല്ല. ഈ എല്ലായിടത്തും പിരിവുണ്ട്. പള്ളിയിലും അതെ, അമ്പലത്തിലും അതെ. അങ്ങോട്ട് ഈ കുന്നംകുളത്ത് ഈ യാക്കോബുകാര് താമസിക്കുന്നത് ഇവിടുന്ന് കൂത്താട്ടോളം പോണത്തോളം നീളത്തിലാണ്, റോഡ് സൈഡിൽ കൂടെ. ഇവർക്ക് വേറെ കെട്ടിടങ്ങളൊക്കെ ഒരുപാടുണ്ട്, അല്ല സ്ഥലമൊക്കെ ഉണ്ട്, ഇങ്ങനെ താമസിക്കുന്നത്. അവിടെ രാഷ്ട്രീയത്തിന്റെ വഴക്കില്ല, ജാതിയുടെ വഴക്കില്ല, ഒന്നുമില്ല. കുന്നംകുളത്ത് 15 പള്ളിയുണ്ട്. ഈ അതിൽ കൂടുതലുണ്ട്. ഈ 15 പള്ളിയിൽ ഒരു 75 ആനകളെങ്കിലും വലിയ ആനകൾ കാണും, വലിയ ആനകൾ. അന്നത്തെ ഇവരൊക്കെ ഒരു അടയ്ക്കാമരം, ഈ അടയ്ക്കാത്തോട്ടം കൊടുക്കണേ ആ കാലങ്ങളിൽ 5 ലക്ഷവും 10 ലക്ഷത്തിനൊക്കെയാണ് അടയ്ക്കാമരം കൊടുക്കുന്നത്, ഈ അടയ്ക്ക കൊടുക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. ഈ അന്നത്തെ ദിവസമാണ് ഈ അപ്പന് കഞ്ഞി അല്ല പട്ടിക്ക് കഞ്ഞി വേണമെങ്കിൽ അപ്പന് കൊടുത്തേക്കാൻ, അന്ന് മക്കൾക്കും കുടിക്കാം. അങ്ങനത്തെ സ്ഥലമാണ്. എനിക്ക് ഈ സ്ഥലത്തൊക്കെ ചില വീടുകളിൽ പപ്പടം ചുട്ട എനിക്കിഷ്ടമാണ്, എനിക്ക് ചുട്ട് തരും. എനിക്ക് എല്ലായിടത്തും വലിയ സ്വാതന്ത്ര്യം. ഇത്ര കാലങ്ങളായി എന്നെ കൊണ്ടൊരു അബദ്ധമില്ല, ഒതുങ്ങിയ പോക്ക്. ഇറച്ചി മീനോടൊന്നും താല്പര്യമില്ല. നല്ല അച്ചാർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവരെ ആ പെങ്ങന്മാരോ ആ വീട്ടിലെ സ്ത്രീ അവരൊക്കെ തരും. ആ വീട്ടുടമസ്ഥനും ഇഷ്ടമാണ്. പരിപാടി കഴിഞ്ഞ് അവിടെ ഇടയ്ക്ക് ആനക്കാർ മാറുമ്പോ പറയും കിടക്കാനേ, പൊന്നനെ വീട്ടിന്റെ ഒരാട്ടോടെ അവനോട് കിടന്നോളൂന്ന്. അങ്ങനത്തെ സൗകര്യം. അപ്പൊ എനിക്ക് തല്ലും കുറവാ കിട്ടണത്, കുറവല്ല കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലാത്ത എന്താന്ന് വെച്ചാല്, ഒന്നാമത് നമ്മൾ ആകെ കള്ളു കുടിക്കും, കള്ളാണ് ഇഷ്ടം. പിന്നെ കിട്ടാണ്ട് വന്നാലേ നേരെ അടിക്കുള്ളൂ. അത് കുടിക്കുമ്പോ പേടിയുണ്ട്. ആരോടും ഒരു ശല്യത്തിനോ കാര്യത്തിനോ ഒന്നും പോണില്ല. ഏത് മുഖത്തേക്ക് നോക്കിയാലും എല്ലാരും ചിരിക്കണ മുഖം. അപ്പൊ നമുക്ക് അവിടെ ബേറ്റം കുറവായിരിക്കും. ഇവിടുന്ന് പിന്നെ ഒരു ചെറിയ അമ്പലമാണെങ്കിൽ 75 ആന കുറയാണ്ട് കാണും, 50 51 കാണും. ഇതിൽ ഓടിച്ചിട്ട് കുത്തണോണ്ടും ആനക്കാരെ കുത്തണോണ്ടും കുട്ടി ഒന്ന് കാണിക്കുമ്പോ എല്ലാം കൂടെ കൂടും. ഇതിന് ഇപ്പൊ ഇങ്ങനെയുള്ളടത്തേക്കൊന്നും ഇവിടുത്തുകാർക്ക് പേടിയാ, പോയി ശീലമില്ല. എന്റെ ജീവിതം മുഴുവൻ അവിടെയാണ്. ഇവിടെ ഞാൻ പോയിട്ടില്ല. നല്ല പാട്ടുപാടുന്ന വടക്കോട്ട് പൊന്നഞ്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ എന്ന് പറഞ്ഞാൽ അത്ര ഒരു അവിടെ ഞാൻ സ്ഥിരം, ഇവിടെ അല്ല. ഇത് ഇവിടെ ചാരം മൂടിക്കിടക്കണ മാണിക്ക് ഒരുപാടുണ്ട്, കൂപ്പിലുണ്ട് ഒത്തിരി പേര്, നല്ല ആൾക്കാര്. ഇത് സദസ് അറിയണമെങ്കിൽ ക്യാമ്പില് ബാലകൃഷ്ണനെ എന്റെ പ്രിയ സുഹൃത്തായിരുന്നു. അതിന് പറയടി മാത്രമേ ഉള്ളൂ, വലിയ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒതുങ്ങണ ഇഷ്ടമല്ല. നമ്മളൊരു സ്ഥലത്തെത്തി അവനെ ആളാക്കും, അങ്ങനെയുള്ളിടത്ത് പോകുള്ളൂ. അത്രയുള്ളൂ. അപ്പൊ പിന്നെ ആ ശീലായി. പിന്നെ ഈ ബാലൻചേട്ടന്റെ കൂടെ നിൽക്കുമ്പോഴ് മുത്തോലി പുഴയെന്ന് ഇത് പറഞ്ഞിട്ടുള്ള, മുത്തോലി പുഴയെന്ന് പഴയ അക്കരെ എന്നോട് ഈ പുഴയുടെ സൈഡിൽ മരം കൊണ്ട് വെച്ചു. ഇപ്പുറത്തുനിന്ന് ഈ ആന പുഴയെന്ന് മുത്തോലി പുഴ അക്കരെ കിടക്കണം. ഇപ്പൊ പാറയില്ലല്ലോ. ബാലൻചേട്ടന് അപ്പുറം ഒന്ന് കെട്ടുവിടും, ഞാനിന്റെ പുറത്താ, ടീക്കറായിട്ട് കൊണ്ടുപോയാൽ മതി. ഒരു നട കൊണ്ട് വെച്ചേ, രണ്ടാമത്തെ ആന കാലിൽ നിന്ന് വന്നില്ല, കുറച്ചിട വന്നിട്ട് ആന അങ്ങോട്ട്. അവിടെ ഇവിടുന്ന് ഏതാണ്ട് ഇവിടെ അഞ്ചപ്പെട്ട് വരെ നീളത്തിൽ ഈ വെച്ചിട്ടേക്കണ കെട്ടിടങ്ങൾ അല്ലെ, ആൾക്കാർ കുഞ്ഞു വീടുകളുണ്ട്. അവിടെ പഞ്ഞിയുടെ കാലൊക്കെ ഇപ്പൊ കുടിച്ചിട്ടുണ്ട്. ഇതിൽ ഈ അഴയിട്ടൊക്കെ കുറച്ച് നീളമുള്ളൂ, നീളം ഒത്തിരി ഉണ്ട്, വീട് കുറവാണ്. കമ്പി ഇവിടെ മുട്ടും. അങ്ങോട്ട് ഈ വഴിയാ പോണ്ടത്. പക്ഷെ അങ്ങോട്ട് ഈ ആന ഒരു കിടം കൊണ്ട് രണ്ടാമത്തേന് അങ്ങ് പോയില്ല. പതിനെട്ടും പുഴയ്ക്ക് അക്കരയാ. ആന എന്നെ കൊണ്ട് പോവാണ് അങ്ങോട്ട്. ഞാൻ പുറകോട്ടൊന്നും നോക്കിയ ജീവന് വേണ്ടിയിട്ട്. അന്നൊക്കെ പേടിയുള്ള കാലം. നോക്കി കഴിഞ്ഞപ്പോൾ പെരുമ്പാൻ കഴിയുമ്പോൾ പുഴ നീന്തണുണ്ട്, നീലത്തിലാരാ വട്ട നീന്തണം. ഞാൻ ഈ ആനയുടെ അങ്ങയുടെ അടുത്തില്ലാണ്ട് ഞാൻ തോട്ടിയും പടി കാണിക്കാതെ എന്നെ ഞാൻ കഷ്ടപ്പെട്ട് വയസ്സായിട്ട് കൊല്ലും. ആളുടെ സ്പീഡിലാണ് ഓർഡറുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നു അവസാനത്തെ ഇരിപ്പ്. ഈ
പഞ്ഞയില് കയറി ഈ കമ്പി കെട്ടിയിരുന്നത്. ആ യാനയുടെ ആരോഗ്യം കാരണം ഈ കമ്പിയെല്ലാം ഈ പഞ്ഞയുടെ ഈ കാലിലുണ്ടോ? കമ്പൊക്കെ എല്ലാം പൊട്ടിപ്പോയി, ആ ആ ആ ആ ആ കൊമ്പൊക്കെ കടന്നുപോയി. ആ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം. ആ ആ പോകാൻ പോയിട്ട് ആ. മരങ്ങാട്ടുകൾ വരും ഓ മേബടെ നിന്ന് ഹോ ഹോ ഹോ. മുട്ടൂല് ആ പാല ഇപ്പുറന്ന് ആ. അവിടെ വരെ ചെന്നിട്ട് എത്തി പറയാ അവിടെ വരെ പുള്ളി ഓടിയെത്തി. ആണല്ലേ? ഇടയ്ക്കൊന്ന് മുമ്പിൽ ചാടി. ആ അവിടുന്ന് കോല് വലിയ കോല് ആ ഇടിയാൻ കൊടുങ്ങിട്ട് എന്നോട് തന്നെ ഇരിക്കണേ. ആ ആ ആ ആ ഇവിടെ ഈ മരത്തിന്റെ അങ്ങോട്ട് ആ ഞാനെങ്കിൽ അവസരമായി ആ ചുമ്മാ ഇരുന്നുള്ളെങ്കിൽ ആ പേടിച്ചിട്ട് ആ അവസരമായത്. ആ ഞാൻ ഓർത്ത് ഇനി അങ്ങോട്ട് ഇറക്കുമ്പോൾ ഒന്നില്ല അങ്ങേര് കയറിയിരിക്കും ആ മുകളില്, ആ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെൻഡോസ് ചെയ്യും. ആ ആ വലിയങ്ങനെയൊക്കെ ഉണ്ട് ആ മുകളിലൊന്നും ബെൻഡോസ് അല്ല ആ ആ ആ എന്ന് പ്രതീക്ഷിച്ചു. ആ അവിടെ എങ്ങനെ വെച്ചാൽ തടുപ്പാട്ട് അങ്ങനെ മരത്തിന് ആ കെട്ടിയ മരത്തിന് മുമ്പിൽ അങ്ങ് കയറി മുട്ടം കൊടുക്കും. ആ ആ മരം തീരണവരെ ഞാൻ ഇരിക്കേണ്ടി വന്നു. അതെ. കാല് മുഴുവൻ മുറിഞ്ഞിരിക്കും, കയറ്റക്കാരന് പൊട്ടി. ആ ആ ഞാനവിടെ ഭയന്നിട്ട് കാര്യമില്ല. ആ ഞാനവിടെ ഒരുപാട് ഭയമുള്ള കാലമാണ്. എനിക്ക് ഞാൻ ഭയന്നിട്ട് കാര്യമില്ല. ആ ആ ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ഈ രണ്ടാളുടെ അടുത്തുനിന്നുണ്ടായി. ആ ആ ആ ആ ആ അപ്പൊ പിന്നെ ആ ഭയം പോയി. പോയി. ആ ഏഹ് പിന്നെ ഭയം എന്നാന്ന് അറിഞ്ഞിട്ടില്ല. ഇല്ല. ആ പിന്നെ ഈ വിജയനാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആ ഓരോ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഉം അത് വരവൂരാ ഉം ഓരോ വീട്ടുകാരുടെ. ഉം ഉം ഉം. ഈ വിജയനാനൊക്കെ ഒരു നരയാനെ കൂത്തുകാരാ. കുത്തും. ആ ആ ഈ പുറയുന്ന കടലിലൊക്കെ ചാടിയാൻ ആണല്ലേ? ആ തളിക്കുളത്ത് ഈ ആ പുറയുന്നങ്ങ് ചെന്നിട്ട് ആ ഇങ്ങനെ എടുത്ത് കളഞ്ഞാല് ആ കളയുവാണ്. ആ ആ ഏഹ് ആ അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ കയറ്റാണ്ടിരിക്കാൻ പറ്റൂല. ആ ഇവര് പണം എടുത്തിട്ട് നല്ല ഈ ആന ചെല്ലാൻ ഈ ആന ചെല്ലണം, ആ. വേറെ ആന പകരം ചെല്ലാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് ഇവനെ അല്ല ഞാൻ തൂക്കിയാണ്. പറഞ്ഞില്ല ആ തോളൂർ ഒരാൾ ആ തൂങ്ങിട്ട് ആ എത്തുന്നുണ്ട്. ആ ഡേറ്റ് ഉടമസ്ഥന്മാർ പോയതാ. ആ അപ്പൊ അവിടെ അങ്ങ് ചെല്ലുമ്പോഴെങ്ങനെയാന്ന് വെച്ചാല് ധൈര്യത്തിന് വേണ്ടി കള്ളു കുടിച്ചിട്ട് കാര്യമില്ല. ഉം ഇവിടെ നമ്മൾ ആനയുടെ മുമ്പിൽ തന്നെ മുട്ടണം. ഉം 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 നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു ബന്ധവും കാണും. ഉം ഉം. അവിടെ നിന്ന് പുറയിടാൻ കയറി അങ്ങ് ചെല്ലണ വഴി ഒറ്റ വെട്ടായിരിക്കും തോട്ടിക്ക്. ആ ഈ മുമ്പത്തെ കാലിൻ്റെ ഒക്കെ ആ അടിച്ചും കയറ്റുക, ആ ആ അവിടെ വലിച്ചും കയറ്റുക. അവിടെ നമുക്ക് ഭയമില്ല. ആ ആന മുമ്പോട്ട് തന്നെ ഇല്ല. എന്നിട്ട് 4 പ്രാവശ്യം കഴിയുമ്പോൾ ആന നേരെ അങ്ങോട്ട് തന്നെ ചാടി കയറി ചെല്ലും. ആ അവിടുത്തെ ഈ ഒരാന മാത്രമല്ല, ആ ഇതിന് മാത്രമല്ല നാക്കൊമ്പ്. ആ ആ അങ്ങനെ ഒരുപാട് ആനകളുണ്ട്, ഈ കുട്ടനെ ആനകൾ. ഉം ഇത് ഇടക്കോട്ടം കയറി അങ്ങ് ചെല്ലണം. ഉം 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 ഉം. 6 മണിക്ക് പൂരം കഴിയും. ആ പിന്നെ വെളുപ്പിന് 1 മണിക്കാ. ആ ഈ 6 മണിക്ക് കഴിയുമ്പോഴേ എല്ലാവരും ഒന്നും നോക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൂട്ടി ഓട്ടത്തോടോട്ടം. ഉം 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 ഇതിൽ ഈ കുഴപ്പമുള്ള ആനയ്ക്കും അന്നേരം ബന്ധോസ് തട്ടുവരും. ഉം അന്നേരം ആനകൾ വഴക്കുണ്ടാക്കണം. ഉം 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 ഉം. വേഗം പാളിൽ ധരിക്കുന്ന ഉം. ഫോളോ എന്തെങ്കിലും ആവശ്യം കാണും. ഓ ഓ ഓ. ഞാൻ തട്ടൂല. ആ ഉം. ആ ആ ആ അപ്പൊ ഇതിനടുക്കൂടെ നമ്മളും കയറ്റും. ആ ഇതൊരു കുറച്ച് അങ്ങനെ ഇവിടെ ആരും പോയിട്ടില്ല. ആ. നമ്മള് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യും. ഇവിടെ ഷേണയുടെ ആനക്കാരുണ്ട്, അങ്ങനെ ഇവിടെ എന്തോരം ആനക്കാരുണ്ട്. ആ ആ ഒരാളും പോയിട്ടില്ല. ആ. അവർക്ക് ഭയമാണ്. ഉം ഉം ഉം. പിന്നെ തല്ലും കിട്ടും ആവശ്യമില്ലാണ്ട്. ആ ആണല്ലേ? തല്ല് കിട്ടും. ആ ആ ആ. പിന്നെ ചെമ്പൂത്തര പൂരത്തിന് പറയുന്നത് തലവെട്ടി പൂരം എന്നാ പറഞ്ഞത്. ആ ആ. ചെമ്പൂത്ര. ആ ആ ആ അവിടെയൊക്കെ ആന കാലങ്ങൾ കയറി തന്നേക്കണ. ആ പിന്നെ ഞാൻ ഈ ചെല്ലണ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ 5000 പേര് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും വിനോദനെ പോലെ എമ്മ കൊണ്ടവിടെ. ഉം 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 ഉം. വേറെ ഒരാനും കാണണ്ട, ഞാൻ ഒരു പിടിയാനം കൊണ്ട് എന്നാലും അതിനെ കണ്ടാൽ മതി. ആ ആ ആ പൊന്നേട്ടാന്ന് വിളിച്ച് വരും. ഓ ഓ ഓ. അപ്പൊ അതാണ്. പിന്നെ അതിലങ്ങ് ലയിച്ചു പോയി. ആ ആ പിന്നെ പേടി മാറി ഇവിടുന്ന് പോയി. ആ ആ ആ ആ. ആട്ടും പേടിയായിരുന്നു. ആ അതല്ലേ? മനസ്സിലല്ലേ? ആ പിന്നെ ആ കാരണം ഇവരുടെ ആനകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ ആർക്ക് ഉപ്പെന്ന് പറഞ്ഞാൽ 30 കൂട്ടും. ആ ഉം. ആ ആ ആ ആ. പിന്നെ എന്റെ ദുരിതങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഉം. പിന്നെ ഇതിനോടൊരു ഹരായി. പിന്നെ നമുക്ക് ഒരു പണിയോട് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് പിന്നെ അതങ്ങനെയാണല്ലോ. കഷ്ടപ്പാടില്ല. അതെ അതെ അതെ. അത് എന്ത് പണി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ. ഉം. അത് നമ്മുടെ ബ്ലഡിൽ ഇപ്പൊ ഈ പോണ കാലത്തും ഈ ചെലവാശം കൊണ്ട് അന്ന് ഇത്ര ശമ്പളങ്ങളൊന്നുമില്ല. ഈ ചെലവാശം കൊണ്ട് മാത്രം കുടുംബം കഴിയും, കൂടെ ഉള്ളവന്നെ കഴിയും. അവന്റെ ഒരു പൈസ എടുക്കില്ല. അല്ലേ? ഈ കൂട്ടത്തില് അരപ്പോന്റെ തൊണ്ട എങ്ങനെയായാലും ഞാൻ മേടിക്കും. ഒരു സീസണില്. മേടിക്കും.
എഴുന്നള്ളിപ്പാശ ഒന്നിച്ച് ആ മേടിക്കുള്ളൂ. ആ അതൊരു പ്ലാസ്റ്റിക് കല്ലാച്ച് പൊതിഞ്ഞിട്ട് ചാക്കോല് കൊണ്ടുവന്ന് ചിറ്റി കെട്ടും. ആ ഇവിടെ ഒരു കള്ളപ്പോക്കറ്റ് ഉണ്ട്, ആ നല്ല എണ്ണ ഇട്ടുള്ളൂ ആ പാൻറ്റിന്റെ ഉണ്ണികൾക്ക്, ആ പാൻറ്റിന്റെ. ആ അതിവിടെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ അലക്കാണ്ട് ഇപ്പം മൃഗത്തിടയിലേക്ക് കൊടുക്കും. ആ പിന്നെ അതിനെപ്പറ്റി കള്ളു കുടിക്കാനോ ഒന്നിനും ഞാൻ പോവില്ല. ആ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുവാനോട് ഞാൻ പറങ്കി വെട്ടി ഇറക്കും. ഉം, ഉം, ഉം. 10 15 ദിവസത്തേക്കുള്ള ആൾക്കാരെ കൂട്ടി. അതല്ലേ ആദ്യം ഒരു ദിവസം കള്ളു ഷാപ്പിൽ പോകും. ആ ഈ കോലഞ്ചേരി അല്ലെങ്കിൽ ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ആ അവിടെ പോയിരുന്ന് ഇങ്ങനെ എല്ലാവരും അറിയും, ചെത്തുകാരൊക്കെ അറിയും. ഉം, ഉം, ഉം. അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞ് ചെത്ത് മാറിയത് മാറാത്തൊക്കെ അവർ ആ പറയും, ഇന്നത് എന്റെ അറിയാം. വീട്ടിൽ എഴുതി ആ തരും. ആ ആ പിറ്റേ ദിവസം ഒരു 4 5 പേരുമായിട്ട് പോവാണ്. ആ ആ ആ ഒരാള് പന കയറാനുള്ളത്, ആ അയാളെ ഒരു പനക്ക് എടുപ്പിക്കില്ല. ഉം, 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 ഉം. അയാൾ കയറ്റം മാത്രം. അത് കയറ്റം മാത്രം. ആ ഏറ്റവും കുഴിയിലുള്ള പോലെ ആറ്റം വെട്ടും. ആ ആ ആ ആ അതിൽ ആദ്യത്തെ പനക്ക് എന്റെ തോളയിലായിരിക്കും. ആ പിന്നെ ഇവിടെ തൊലിയൊന്നുമില്ല, കത്തായിരിക്കും ആ കാലങ്ങളിൽ. ആ ആ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ഇവിടെ അട വെട്ടിട്ട് അവിടെ താമസിക്കുന്നത്, ആ അടുക്ക് വെച്ചേക്കും. ആ ഇപ്പൊ അപ്പൻ ഈ പകൽ വരുമ്പോൾ ഒരു കള്ളുഷാപ്പുണ്ട്, ആ രാവിലെ എഴുതി കഴുകാൻ പോകും. ആ ആ അപ്പൊ അതിന് മുമ്പ് തന്നെ എടുത്ത് ഒരു 5 മണിയാകുമ്പോൾ ഇവിടുന്ന് എഴുതി പോകും. ആ എന്റെ ഒരു ചക്കരക്കാര് കാണും, തെങ്ങിന്റെ വില കേട്ടുണ്ട്. ആ ഇതും കൊണ്ട് അറ്റത്തൊരു കല്ല് കെട്ടിട്ടുണ്ട്. ആ ഇതുകൊണ്ട് ഓരോ വാഴയുടെയും മഴ വീണ ദിവസം ഓരോ ഏറ് കൊടുക്കും മുകളിലേക്ക്. ആ പാവപ്പെട്ടവന്റെ ഒന്നുമല്ല, ആ ആരെന്ന് വലിച്ചു അടിക്കും. ആ ഒരു 5 എണ്ണെങ്കിലും. ആ ആ രാവിലെ ഞാനെങ്കിലും നാം ടൂറിലേക്ക് കഴുകും, ആ ഒറ്റക്കായിരിക്കും. ആ ആ അവിടുന്ന് കഴുകി കയറി തന്നെ വരും. കയറി തന്നെ ഈ വെട്ടിയിലൊക്കെ അങ്ങനെ കട്ടിയിട്ട് നിർത്തി. ആ ഈ പിറന്നു കിടക്കുന്ന വാഴയൊക്കെ വെട്ടിയെടുക്കാമല്ലോ, വല്ലതും പറയും അതൊന്നും അറിയില്ല. പരസ്യമായിട്ട്. ആ അത് വെട്ടി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കും. ആ ആ പിന്നെ തെങ്ങുമ്പടലാണ് ആ കാലങ്ങളിൽ ആ കൈ തന്നെ ഏത് പിടിച്ചാലും അന്ന് പോരാണ്ടിരിക്കില്ല. ആ ആ ഈ പറഞ്ഞ പീതാമ്പൻ പറയുമായിരുന്നു, ഇഷ്ടകളത്തിലാണ് ആന കഴുകണത്. ആ ചിലപ്പോ ഞാൻ വെള്ളത്തിൽ ഓടുവാണ്. ആ അപ്പൊ വാലരിഞ്ഞ് പിടിക്കുക, ആ പിടിക്കുമ്പോ പീതയും കൂടെ ആ ഒന്നിലെ ആനയുടെ വാല് പറയും, ആ നല്ല പൊന്നം പറയും. ഇങ്ങനെയൊക്കെയായിരുന്നു സ്വഭാവം. ആ ആ ഇപ്പൊ തെങ്ങുമ്പള്ളിലൊക്കെ ഇട്ടു കൊടുക്കും. ആ 2 ലിറ്റർ കള്ളു കുടിക്കും. ആ ആ അത് അവിടെ ട്രാപ്പിലിട്ട് ആന്റെ അടുത്ത് വന്നിട്ട് കുടിക്കും. അല്ലേ ഉം. ആ ആ ആ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കും. ആ അപ്പൊ ഈ ഒരു ദിവസം ഈ പെമ്പറന്നോക്ക് എന്ന് വെച്ചാൽ കണ്ണാന്ന് വിളിച്ചു. ആ ഞാൻ പറഞ്ഞിട്ടേ അതിനെങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞു. ആ ആനയുടെ ആ എനിക്ക് ആണുങ്ങൾ അഴിച്ചിട്ടുന്ന ആന, ഞാൻ ആനയുടെ തീർത്തുകാരനല്ല. ആ ഒരു പെണ്ണ് ഒന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടക്കുറവാ. പിന്നെ ആ അന്നേരം ഇവിടെ അവിടെ നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, കണ്ടില്ല ആനൊന്നും ചോദിക്കണ്ട, ആ പയ്യെ ചോദിച്ചാൽ മതി. ആ ആ ഒരു ദിവസം ചട്ടുപോയാൽ ആ ചോദിച്ചു നോക്ക്, ആ ഒട്ടേറങ്ങ് വിട്ടോട്ട് കണ്ടില്ല എന്ന് ചോദിച്ചു. ആണല്ലേ നമ്മുടെ പെരയുടെ മോളിൽ കൂടെ ആ അപ്പോഴേ പോയി. അപ്പൊ ഇവക്കിട്ട് വന്നെങ്കിൽ ഇനി ഞാൻ വിധവനായ. ആ ആ ഞാൻ ആഴ്ചയായിട്ടൊന്നും വരാൻ പറ്റില്ല. ആ ആ ആ എന്റെ പരിസരത്ത് വരാൻ പറ്റില്ല. ആ എപ്പോ കൊന്നെന്ന് ചോദിച്ചാൽ മതി. ആണല്ലേ പിന്നെ പോലീസ് വണ്ടി ജോസഫാൻ എനിക്ക് പതോട് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഞാൻ വലിയ ബാലകൃഷ്ണൻ ഒരാളും വരാൻ പറ്റില്ല. ആ ഇവിടെ ഒരു പോലീസുകാരൻ പാലം കാക്കാൻ തന്നു. ആ ഈ താഴത്തെ പാലം കേടായിട്ട് മോളിൽ പണിയും. ആ മാറ്റൂന്ന് പറഞ്ഞൊരു പോലീസുകാരൻ. ആ ഇയാള് ഈ ലോഡ് കയറ്റണ്ട നിൽക്കണേ, ആ ഒന്നും കയറ്റാൻ പറ്റില്ല. ആ ഇയാളെങ്ങനെയാന്ന് വെച്ചാൽ ഒരു 407 പോലത്തെ ഒരു വണ്ടിയില് ഈ മോഡൽ ബ്രെഡ് കൊണ്ടുപോയി. ആ അത് ലോഡായിട്ട് 2 കൂടി ബ്രെഡായാലും വേണ്ടു. ആ ഈ കൊക്കോട്ടയും കുറച്ചൊരു ചെറിയ വണ്ടി ഉണ്ട്. ആ അതിൽ നിന്ന് 5 കൊക്കോട്ടയാണ് മേടിച്ചിട്ട് വിട്ടത്. ആഹാ ഇതാ ആ ഈ നമുക്ക് ഈ ആനയ്ക്ക് ഉം. വാല് എന്റെ കിട്ടുന്നതിന് ഒറ്റ രോഗമില്ല. ആ ഈ വാല് വളർന്ന് വലിയ ഇഷ്ടമാണ്. ആ എനിക്കതിന് വളർത്താനുള്ള സൂത്രം അറിയാം. ആ അത് ഞാൻ ഒത്തിരി പ്രയത്നിച്ചുണ്ടാക്കണതാ, ആ ഒത്തിരി പാടുപെട്ട. ആ ഇതൊരു ഇത്ര നീളം കാണും ഞാൻ നിൽക്കുന്ന ആനയ്ക്ക്. ആ ഞാനിതാർക്കും കൊടുക്കുകയില്ല. ആ രത്നാനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് പറയണമെന്ന് പറഞ്ഞു. ഉം. ഞാനും ഇവന്റെ ആന കൃഷ്ണദാസ്, ആ ഓരോ ഉടമസ്ഥന്റെ കൃഷ്ണപ്രസാദ്. ആ ഈ പുസ്തകപ്പിടിക്ക് താഴത്തേക്കും ഇറങ്ങി പോയപ്പോ ഉം. ഒരുവനെ കൈയുണ്ട്, നമുക്ക് ചെല്ലുമ്പോ ഒന്നോടെ കിട്ടുമായിരിക്കും പറഞ്ഞു പോയി. ആ അപ്പൊ ഇവന് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് ഒരു നെല്ലുപുഴുക്കം കച്ചവടമുള്ള ഒരു വീടുണ്ട്. ആ അയാളെന്നെ ശരിക്കും അറിയണ, ഉം. ഈ നാട്ടിലല്ലേ. ആ അയാള് പറഞ്ഞു, ഞാൻ ചേട്ടാ പണിക്ക് കൊടുക്കണോ, ആ നീ വെട്ടിക്കോടാന്ന് പറഞ്ഞു. ആ വില പറയാൻ പറഞ്ഞു. ആ ഞാൻ എന്നോട് വില പറഞ്ഞു. ആ ചേട്ടാ നമ്മള് നല്ല സ്നേഹമല്ലേ, ഉം. അപ്പൊ നിലനിൽക്കണ്ടേ, ഉം. അത് വില പറയാൻ പറഞ്ഞു. ഉം. നീ ഒരു പാല് തന്നാ ആ ഞാൻ തരികയല്ലോ, ആ വില എത്രയാന്നാ തരാന്ന് പറഞ്ഞു. ആ ഞാനത് കേട്ടിട്ടുണ്ടല്ലോ, പുള്ളി ഒന്ന് വെട്ടിയെടുത്തത്. ആണല്ലേ ആ ആ ആ
ഞാൻ മാല കൊടുക്കില്ല, ആഹാ. ആരും കൊടുക്കില്ല. എഴുന്നള്ളത്തേക്കുമ്പോൾ അമ്പലത്തിലൊക്കെ കോളേജ് വണ്ണങ്ങൾക്ക് പറഞ്ഞ ആർക്കറിയാൻ പറഞ്ഞില്ല, ഇല്ല പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല. അവര് കോളേജ് വണ്ണങ്ങളൊക്കെ ഇങ്ങനെ വന്ന് എന്റെ ഭാര്യ ഞാൻ കൊടുക്കും. ഞാനത് കുളിപ്പിച്ച് കേൾക്കാണ്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും കാശ് തരാൻ ചേട്ടൻ പറഞ്ഞു. എന്റെ ഒരു ദിവസത്തെ എത്ര രൂപ തരുമെന്ന് ചോദിക്കും. എന്റെ ഒരു ദിവസം ചെലവിനുള്ള കാശ് തരാമെന്ന് ചോദിക്കും. തരാന്ന് പറയും. എത്ര ആവുന്നു? 1500 രൂപ മുകളിലാവുന്നു. അത് ശരിയാ. അവര് പിന്നെ ചോദിക്കും. പിന്നെ ഞാൻ ചോദിക്കും, അതിനിടയ്ക്ക് ഞാൻ ചോദിക്കും, ഈ റോസാപ്പൂവ് ആ ചെടിയിൽ നിൽക്കുമല്ലോ ഭംഗിന്ന്, എനിക്ക് 1500 വരുന്നുണ്ട്. എനിക്ക് ഗുരുവായൂർ കോട്ടയം നല്ല സ്റ്റാൻഡാ, കോട്ടയ്ക്കകത്ത്. എനിക്കത് കയറാനൊന്നും പൈസ വേണ്ട. ഞാൻ അഴിച്ചുകെട്ടാൻ കോട്ടയ്ക്കകത്ത് കയറ്റി നിർത്താന്ന്. അവിടുന്ന് പട്ട എടുക്കാം. അവിടുത്തെ ഞാൻ 2 ദിവസത്തേക്ക് ഒരു പരിപാടിക്ക് പോയെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വന്നെങ്കിൽ അവിടെ കയറാൻ പറ്റില്ല. പുറത്ത് നിർത്തി പട്ട എടുക്കാൻ പറ്റില്ല. അങ്ങനെയാ. അപ്പൊ അവരെന്നെ എവിടെ വെച്ച് കണ്ടാലും ഇന്നും അന്നും ഒരുപാട് പേര് വിളിക്കും. ഇന്നും അന്നും എനിക്ക് നല്ല തെങ്ങുകളുള്ള സ്ഥലത്തുണ്ട് ഓരോ റൗഡി പാർട്ടി ഉണ്ട്, നല്ല റൗഡികളാണ്. അവര് കൊണ്ടുപോയി വയറ് നിറച്ച് തെങ്ങുകളും വിളിച്ച് തരും. അവരെ കൂട്ടുകാരിൽ അരി വെക്കുന്ന ചോറ് വരും. ഇങ്ങനെയൊക്കെ നിൽക്കണ്ട. അപ്പൊ അവരെ ഞാൻ എപ്പോഴും മൂഞ്ചിക്കൊണ്ടിരിക്കുക. ഞാനൊരു ദിവസമായിട്ട് വല്ലപ്പോഴും ഒന്ന് കൂടി കാണും, എന്നുവെച്ചാൽ പൂരത്തിന് പോകുമ്പോഴേ. അപ്പൊ അവർക്ക് ഞാൻ വല്ലതും ഒന്ന് ചെയ്യണ്ടേ. ഇപ്പൊ 1500 നിൽക്കുവോ? അതാ ഞാൻ പറഞ്ഞത്, കൊടുക്കൂലേ. ഭയങ്കര ഇതാണ് എനിക്ക് ആണല്ലേ. ആനവാല്. പക്ഷെ വിനോദ് ഈ ഇവിടുത്തെ ഒരു ചെറുക്കൻ ആ പാമ്പാക്കടെ വർക്ക്ഷോപ്പ് പണിയുള്ള ഒരു കണ്ട് അനൂപ് 2 കാലിനും ശരി അറിയോ? അവൻ എന്റെ കൂട്ടുകാരനവനാ. അവനൊരു 3-4 എന്നോട് വാരി വെച്ചേ പട്ടോട്ടാൻ പോകുമ്പോ തരാമാനെന്ന് ഇനി ഞാൻ ചത്തിട്ടാണ് തന്നെ എനിക്ക് എന്നെ ചോദിച്ചു. ഞാൻ അവിടെ വെച്ച് അവന് അന്നേരം തന്നെ എടുത്തു കൊടുത്തു ആവശ്യമുള്ള കാര്യം. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കളക്ടർ വിനോദോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു. എനിക്ക് ഒഴിവാക്കാൻ മേലാത്ത ഞാൻ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടല്ലോ ഇതൊന്നും എടുക്കില്ല, കൊണ്ടുത്തരിഞ്ഞു ഇതൊന്നും എടുക്കില്ല. പണ്ട് ആനവാലിന് ഭയങ്കര ക്രേസ് ആയിരുന്നില്ല. അതെ. പിന്നെ ആനക്കൊമ്പ് ആദ്യമായിട്ട് വെള്ളിയും കൊണ്ട് 2 കെട്ടിച്ചു ഇവിടുത്തെ പിള്ളേർക്ക്, നമ്മുടെ പിള്ളേർക്ക്. അത് കെട്ടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇവിടെ രാധാകൃഷ്ണൻ മരിച്ചുപോയി. ഇനി ഡൂക്കിളി പോലത്തെ അമ്പലങ്ങളിൽ നിന്ന് മേടിക്കണ പോലെ തോന്നി. ഞാനത് അവര് തന്നെ കൊടുത്തു. നീ ഇതെങ്ങനെയെങ്കിലും ഇത് ആനക്കൊമ്പല്ലേ ഇട്ട് കാശ് മാറ്റണം പറഞ്ഞു. ഞാൻ വേറെ 2 കൊടുത്തേച്ച് അത് സ്വർണ്ണത്തിൽ കിട്ടിച്ചു. അതില് 1/2 സ്വർണ്ണത്തിൽ കിട്ടിച്ചു. അത് കഴിഞ്ഞ് ഒരു വലിയ കൊമ്പ് കൊണ്ടിട്ട് അരപ്പവൻ വീടും കിട്ടിച്ചു. എന്നിട്ട് ഇവർക്ക് കൊടുത്തു. ആദ്യം ഇറക്കിയിട്ട് ഭാഷ ഞാനത് ഈ കുഞ്ഞുങ്ങളെ കെട്ടുണ്ടാക്കും. അവള് കട്ടോണ്ട് പോയപ്പോൾ ആ ബിബിനും കൂടി പിള്ളേരെ കെട്ടോണ്ട് പോയി കൂരിപ്പുറക്ക് 2 ഇറ്റ് അരഞ്ഞോണ്ടാണ് നീ വെള്ളിയുടെ. അത് കൂരി എടുത്ത കണ്ടത് നമ്മള് കന്നാല് വെക്കും പോലെ. എന്നാലും കിട്ടിയല്ലോ. ഈ ചുണ്ടൊക്കെ കറുത്തി വന്നിരുന്നു. പട്ടിണി കിടന്നും ഇവന് ചാരാങ്കുടി ഉരിഞ്ഞുള്ള തട്ടിച്ചത് ഈ പിള്ളേരെ ഒത്തിരി അനുഭവിച്ചു. ഞാൻ ആഗ്രഹിക്കണമൊക്കെ പോകാൻ സാധ്യതയാണ്. നമ്മള് ചെറിയ കാര്യം ആഗ്രഹിക്കുള്ളൂ, അങ്ങനെയോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ നടന്നു. ഇത് പിന്നെ ഈ ഇടയെന്ന് പറയും ആനക്കൊമ്പ് അവര് ഉരുക്കി വിറ്റു. ഞാൻ അവിടെ വെച്ച് ചോദിച്ചതന്നെ തെറി പറഞ്ഞു. ഇവിടെ ഒന്നും പിന്നെ തല്ലുവെന്നു. ഇന്ന് മനസ്സിന് സന്ധ്യാവൻ ചെല്ലായിരിക്കുമ്പോ ഒന്നും പോണില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരു പശുവിനൊരു മൂരിക്കിടാവ് ഉണ്ടായിരുന്നു. 10 മാസമായുള്ളൂ. ഇതിന് കൊടുത്ത എന്നെ കിട്ടുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമല്ലോ. 2 പേർ ചുമ്മാ കാണിച്ചതാ. 22,000 രൂപ കിട്ടി. വിശ്വസിക്കോ, 10 മാസമായ ഒരു മൂരിക്കിടാവ്. അത് നേരെ ഈ രാജു വന്ന് ഗുരുവിന്റെ രാജു 22 രൂപ പറഞ്ഞു. 24,000 രൂപയ്ക്ക് പുലപ്പുറത്ത് ജോർജ് എന്ന് പറഞ്ഞ അയക്ക് നേരത്തെ വണ്ടിയും കാളയൊക്കെ ഉണ്ടായിരുന്നു ഓട്ടത്തിന് പോണെ. ഇതിനെ കാണാനൊന്നും പെണ്ണു കൊണ്ടുപോയതാ 24,000 രൂപയ്ക്ക്. പിന്നെ ഇത്തിരി പൈസ ഇട്ട് സ്വർണം മേടിച്ചു. ആനക്കൊമ്പ് കിട്ടാനില്ല, എങ്ങൊന്നും കിട്ടാനില്ല. രത്നോട് ചോദിച്ചാൽ പറഞ്ഞ അവര് പൊടി വരെ ഈ മുണ്ട അടിയിലിട്ടേച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവന്റെ കൊണ്ട് എനിക്ക് തരും. ഇതെങ്ങനെയൊക്കെ കൊമ്പ് മുറിക്കണ വിനയനായിരുന്നു. അതിന്റെ 5-ാം ദിവസം അവനോട് ഇത്തിരി വീതി കുറവായിപ്പോയി, എന്നാലും തന്നു. അതേ കഴുത്തേ കിടക്കണം. അപ്പൊ അവൻ എന്നിട്ട് രത്നന്റെ കൊമ്പ് മുറിക്കാൻ പറഞ്ഞു. ഇവന് ബാല്യകാല സുഹൃത്തുക്കളാ. അവിടെ പോർച്ചുകാരൊക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെല്ലാണ്ട് വരികയായിരുന്നുണ്ട്. ഇവിടെ വന്ന് ഒക്കെ പറഞ്ഞു. ഞാൻ അറിയാണ്ട് എന്റെ കാലെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ അതിനൊപ്പം മാറിപ്പോയി.
പോയി. ആ. കൊമ്മൂര് കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ. ചില മനുഷ്യന്റെ ഓർമ്മകൾ അല്ല മായമില്ലാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കഷ്ണം കൊമ്പിന് കൊണ്ടിട്ടു. ആണല്ലേ? ഇതിന് വീഡിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ, ആ, ആ. ഒരു 500 ഒരുപാട് പ്രാവശ്യം തന്നു ആ. നീട്ടി. ആ. ഞാനും വേണ്ടെന്ന് പുള്ളിക്ക് പറഞ്ഞാണ് സുഖമില്ലാണ്ടിരിക്കുവായിരുന്നു. ആ. അപ്പൊ അന്നേരം വേണ്ടെന്ന് ഒത്തിരി പറഞ്ഞപ്പോ പറഞ്ഞു ഓട്ടോയില് വന്ന് ആ. പുള്ളിയുടെ സ്വന്തം ഓട്ടോയാ. ആ. 15,000 രൂപ ഒരു കൊമ്പ് കൊടുക്കാൻ, 2 കൊമ്പ് കൊടുക്കാൻ. ആണല്ലേ? അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ ഇങ്ങനെ എന്നെ വീട്ടുകാരുടെ ആൾക്കാരും ഒക്കെ ശരിക്കും നോക്കി വന്നിട്ട് ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞു. സുഖമായിട്ട് പണിയെടുക്കാൻ പറഞ്ഞു. ഈ ഓട്ടോയിലേക്ക് അങ്ങ് കയറി സ്റ്റാർട്ട് ചെയ്ത് 500 രൂപ എന്നിട്ട് വിട്ടുപോയി. അതിന്റെ 3-ാം ദിവസം കേൾക്കണം പാലും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അജിത പറഞ്ഞു ആ പുള്ളി കൊല്ലത്തൊരു ആനയുടെ കൊമ്പ് കൊടുത്തോണ്ടെന്നപ്പോ മരിച്ചുപോയിരുന്നു. എങ്ങനെയുണ്ട്? അതാണ് മനുഷ്യന്റെ ഒരു കാര്യങ്ങള്. പിന്നെ നാരായണൻ എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. കുഞ്ഞനാരായണൻ, ഓണക്കൂർ നാരായണൻ. അവന് പെണ്ണൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വടക്കാവനും പണി, ആനപ്പണിയിൽ അഗ്രഹമുണ്ട്. രത്നന്റെ ക്ഷേമം. എന്നോട് വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് എന്റെ കൂടെ ഒരു ദിവസം കിടക്കാണ്ട് പോകില്ല. ഇപ്പൊ അവള് പറഞ്ഞിട്ട് പെണ്ണൊക്കെ കെട്ടിയപ്പോ ആദ്യം വീട്ടിൽ തന്നെ പൊന്നടന് ഭയങ്കര സോപ്പിന്റെ മണാന്ന് പറഞ്ഞാൽ കിടക്കണം ഇഷ്ടാന്നും പറഞ്ഞു. അവനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഓണക്കൂടൊക്കെ ആയിട്ടാണ് ഒരു പൈൻറ്റും കാണും. അവനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, നേരത്തെ ഞാൻ മരിക്കുമ്പോ നീ തീ വയ്ക്കും എനിക്കിഷ്ടം, എന്നെ കത്തിക്കേണ്ടത്. വേറെ ആൾ എന്നെ കത്തിക്കണ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്റെ മനസ്സിന് എന്റെ മനസ്സിന് സന്തോഷം, നീ എന്നെ കത്തിക്കുമായിരിക്കുന്നു. പുള്ളി അത് ഏറ്റു. അവസാനം ഈ നാരായണന്റെ ഓണല്ലേ, ഈ നാരായണനെ കത്തിക്കണ ഞാൻ കാണുന്നുള്ളൂ. അവന് മരിക്കണ ദിവസം രാത്രി ഒരു 1 മണിയുടെ അടുത്ത് കാണും. ഒരു വണ്ടിയെ കുറച്ച് ആൾക്കാർ വന്നു. നമ്മുടെ വീട് എങ്ങനെയോ അവർക്കറിയാം. അവരെ നിർത്തിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാരായണൻ ഈ നാട്ടിൽ മുഴുവൻ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നിട്ട് പറഞ്ഞു നാരായണനെ ആന തട്ടി വിട്ടു. ഇന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുവോ, പൊന്നേട്ടോ നിൽക്കുമെന്ന് ചോദിച്ചു. ഞാൻ എടുത്തു വായി ചോദിച്ചു, നാരായണനെ കൊന്നില്ല ആരെന്ന് ചോദിച്ചു. ഇവരൊരു സെക്കൻഡ് മിണ്ടാരനെ ചോദിച്ചത് എങ്ങനെ അറിഞ്ഞു ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ അതിന്റെ ഇവര് തന്നെ എന്റെ 1 മണിക്കൂർ മുമ്പ് അവിടെ കിടക്കുമ്പോൾ ഈ ഇടപ്പറ്റേ ഉള്ളൂ. അതിന്റെ മുകളിലൊരാള് കയറിയിരുന്നു. ഭയങ്കര രക്തത്തിന്റെ മണമാണ്. ഞാനിത് മിണ്ടാണ്ടിരിക്കണം, പലരും എനിക്ക് ഒന്നോടെ ഭ്രാന്താന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇരുന്നോണ്ട് പറഞ്ഞു, ചതുവ് പറ്റിയേട്ടാ ഞാൻ പോയിട്ട് വന്നു. പിന്നെ എന്നോടും സ്വപ്നം കണ്ടിട്ടില്ല, ഒന്നും കണ്ടില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ഈ പമ്പർന്നൂരോട് പറയും അപ്പൊ തന്നെ. കാരണം പിന്നെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഉറങ്ങാണ്ട് കിടക്കുവോ. പിന്നെ അപ്പൊ ഓർത്തപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വന്നെ തൊട്ട് മുമ്പ് ചേട്ടൻ എപ്പോഴും അവന് മനസ്സിൽ ഓർത്തോണ്ട് നടന്നിട്ടാ അവനൊന്ന് കണ്ടാൽ ആരാനറിയും അവനല്ലെന്ന് പറഞ്ഞു. അന്നേരം ആള് വന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലല്ലേ അവിടെ ഇവിടെ ഇങ്ങനൊരു വീട്, ഈ സ്ഥലം എനിക്കിവിടെ സ്ഥലമില്ല. ഇങ്ങനൊരു വീട് ഇത്ര ഒന്നും വേണ്ട, ഒരു പൈരയിലും മതി. ഇവിടെ ഒരു ആന ഭയങ്കര കൊതിയാണ്. പിന്നെ താല്പര്യം വിട്ടു. ഞാൻ ഇവളോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു വീട് ഉണ്ടാക്കി ഇവിടെ കിടക്കാൻ എനിക്ക് ഒരുപാട് കൊതിയായിട്ട്. പിന്നെ ഫസ്റ്റില് പറഞ്ഞു, ഇപ്പൊ ചോദിച്ചു. അല്ല അവള് പറഞ്ഞു അല്ല പറഞ്ഞല്ല ഇപ്പൊ ധിക്കരിക്കാൻ പറ്റുമോ? എനിക്ക് ഞാനൊന്ന് പറഞ്ഞല്ലോ. ഒന്നിനൊന്ന് പിന്നാക്കം ഭഗവാൻ തന്നില്ല. കെട്ടാൻ പോയിരുന്നപ്പോഴ് ഈ പെങ്ങന്മാരിങ്ങനെ മുടി മുകളിലേക്ക് പൊക്കി വെച്ച് തരാൻ വന്നു. ഞാൻ പറഞ്ഞു പൊക്കി വെച്ച് തരണ്ട, മുടിയൊന്നും പൊക്കണ്ട, എന്റെ കെട്ട അഴിവില്ലെന്ന് പറഞ്ഞു, മുറിയിട്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് പൊന്നനാന്ന് പറഞ്ഞു. അയ്യേ എന്നെ ഇവളോട് ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ കെട്ടാൻ മുട്ടി നിന്നിട്ടൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ട് അതിനാന്ന് പറഞ്ഞു. ഇവളോടത്ത് വലിയ ഭയങ്കര ഇതായിരിക്കണ്ട. നമുക്ക് വല്ല ചക്കക്കുരു മാങ്ങ വെക്കണോ മുളക് പിടിക്കണതോ എല്ലാം മുളക് പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കണമെന്നോ ഇങ്ങനെയൊക്കെ ഉള്ള പറ്റണുള്ളൂ. രത്നം ചേട്ടനെ കുത്തിയ ആനയെ പിടിച്ചു കെട്ടാൻ പോയ അതിനെ കുറിച്ചൊന്ന്. അത് ഇവിടുന്ന് ചെന്നപ്പോഴേ കേട്ടപ്പോഴേ ഇവിടെ വന്ന് അവന്റെ മൂത്തവനെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോഴേ ആകെ തളർന്നു. പോവാണ്ടിരിക്കാനും മേല എന്നേക്കും ഒരു വേദനയല്ലേ.
എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ ചെയ്യാം. അങ്ങനെ പോയി അവിടെ അത് ചെന്ന് നമ്മള് പണിയൊക്കെ നിർത്തിയതിനു ശേഷം അതെ അധികം നാളല്ലേ. വാഴക്കുളം മനോജ് അങ്ങനെയുള്ളവർക്ക് അവിടെ വന്നു. അവർക്ക് കാറ്റൊക്കെ ഉള്ളൂ, ഇപ്പോഴത്തെ പുതിയ പിള്ളേർ. ഞാനങ്ങനെ ഇങ്ങനെ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ വന്നു. അപ്പൊ മനോജ് എന്നോട് പറഞ്ഞു, ഈ ആനയെ അഴിച്ചു കഴിഞ്ഞാല് ഇന്നലെ വരെ അവന്റെ വീട്ടിലല്ലേ കെട്ടിയേ. അവൻ എന്നോട് പറഞ്ഞു രത്നാകരൻ, അവന്റെ വീട്ടിൽ കെട്ടരുത്. ഈ ആന ഇനി ഒരു കെട്ടിയേഴ് കാണാൻ അവന് ശക്തിയില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. എങ്ങോട്ടെങ്കിലും മാറ്റി കെട്ടണം. ഇനി അവനെ കൊണ്ട് ആനപ്പണിക്ക് വന്നിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. മരണതൊഴിൽ മരിച്ചു എന്നുള്ള രീതിയാണ് പറയുന്നത്. ഞാൻ ഈ നനഞ്ഞ കൂടി ഇരിക്കുമ്പോഴെല്ലാം കേട്ടു. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. അങ്ങനെ എവിടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ മനസ്സിൽ പോകാൻ ഒരുപാട് വിളിക്കും. ഒരു പശു വിൽക്കാനും മേടിക്കാനും പോലും വിളിക്കുന്ന, ഒരു പുല്ലിന് പോകുമ്പോഴും വിളിക്കും. അവിടെ ഒരിക്കൽ പോലും ആ കോമള രൂപം എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചില്ല. ആ കോമള രൂപം എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചില്ല. ഇല്ല, പോകാണ്ടിരിക്കാനും പറ്റില്ല. അവിടുന്ന് വരുമ്പോൾ അങ്ങനെ കാരണമില്ലാണ്ട് പോയിട്ട് കാര്യമില്ല. ഇതോർത്ത് പോയി. 1 മണിയോടുകൂടി അവിടെ ചെന്നു. ചെറുതായിട്ടൊരു കാറ്റൊക്കെ വന്നപ്പോൾ രക്തത്തിന്റെ മണം, 2-1.5 രക്തം തിളങ്ങിട്ട് കിടപ്പുണ്ട്. എന്റെ മണം വന്നു. അത് നമുക്ക് ഒത്തിരി വിഷമായി. പിന്നെ എന്റെ സമയത്തോടടുത്ത് കഴിഞ്ഞപ്പോഴേയും ഫോറസ്റ്റുകാരും പോലീസുകാരും അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഈ കാണുന്ന ജനങ്ങളെല്ലാം മാറ്റി തന്നോളാം. 4 മണിക്ക് ആനയിരിക്കണം. ഞങ്ങളുടെ സഹകരണം എല്ലാം ഉണ്ടാവും. 4 മണിക്ക് സി വരും, താനഴിക്കണം. പൊന്നനെ ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞു. നാട്ടിന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും അവന്റെ കാര്യം ഒന്നും അറിയാൻ പറ്റില്ല. കൂട്ടുകാരെ നല്ല ഭംഗിയുള്ളത്. അവിടെ പല പ്രാവശ്യം കൊച്ചു കഞ്ഞി എടുത്തോണ്ട് വന്നു, ഇളയ വെച്ച്. എനിക്കിപ്പോ ജീവൻ പോകോ കിട്ടുമെന്ന് അറിയാൻ പറയാണ്ട് എങ്ങനെ കഞ്ഞാനിങ്ങനെ തളർന്നു പോയാൽ. അങ്ങനെ അവിടെ നിന്നൊക്കെ എങ്ങനെ ഇരുന്നപ്പോ പിടിയിൽ എനിക്കൊരു ഷുഗറിന്റെ ഒരു ആരംഭം കൊണ്ടിരുന്നു. ഈ മനപ്രയാസം ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ അന്നേരം ഈ കൊച്ചി കഞ്ഞിയും കൊണ്ട് തന്നു. ഭഗവതിയുടെ അന്നദാനം അത് ഇച്ചിരി കുടിച്ചു. എല്ലാം മാറി, ഒരു പരിസരബോധം ഉണ്ടായി. എന്നാൽ ഇവരിത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പുറം അവരെ കൃത്യം ചുരുക്കുമ്പോൾ ഞാൻ 4 മണിയോടുള്ള സമയമായി. ആരാണ്ട് വിളിച്ചേൽപ്പിക്കണ മാതിരി ഇരുന്നേൽപ്പിക്കുന്നു. അവിടെ വന്നിട്ട് ഭയങ്കര ഈ മഹാദേവന്റെ തിരുവാർവതിമേളിൽ നേരെ ശ്രീകോവിലിന് നേരെ കയറിയിരുന്നു. അവിടെ വീണ് കിടന്നു. ഈ ആനയിക്കാനുള്ള ശക്തി എനിക്കില്ല. ഭഗവതി എങ്ങനെയെങ്കിലും ഇവിടുന്ന ഒന്ന് മുങ്ങാനുള്ള സ്ഥലം ചെന്നു പറഞ്ഞു. അവിടുത്തെ അനുഗ്രഹത്തോടുകൂടി നേരെ തിരിയുമ്പോഴാണ് ഭഗവാനെ നേരെ കണ്ടോളുന്നത്. പിന്നെ ഏറ്റവും ബലായി. അപ്പൊ തൊഴുത് ഇങ്ങനെ തിരിയുമ്പോൾ ആ പിള്ളേർ എപ്പോഴും പറയും, നിന്നവരെല്ലാം മുണ്ടടിച്ചിട്ട് ഇങ്ങനെ തൊഴുന്നു. 10 മിനിറ്റോ 14 മിനിറ്റോ എന്റെ അടുത്തുള്ളൂ. എനിക്ക് ചെറുക്കനെ ചേട്ടാന്ന് പറഞ്ഞു. മൂത്ത ചെറുക്കനെ 2 പഴം ഇട്ട് കൊടുത്തരാന്ന് പറഞ്ഞു. ആനയെ പഴം തൊട്ട് നോക്കിയില്ല. എവിടുന്ന് വല്ല ഒരു ആനയ്ക്ക് എവിടെ പഴം നോക്കാൻ. ഈ തൊഴിലിട്ട് അങ്ങ് കയറി വന്നു കഴിഞ്ഞാല് നല്ലവനാ. അവനോട് ഈ ഷർട്ട് ഇതുപോലെ ഇത് ഷർട്ടാ നൂരേച്ച് കൈപ്പിടിച്ചോണ്ടെന്ന് ചോദിച്ചു. കോലയുടെ ഇപ്പൊന്ന് ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കോല് കഴിച്ചു കയറി ചെന്ന് കണ്ണും അടുത്തേക്ക് ഇപ്പോഴും നോക്കി, ഇങ്ങോട്ട് കണ്ടോ അങ്ങോട്ട് നോക്കിയില്ല. 2 കൊടുത്തു എനിക്ക്. പിന്നെ ഞാൻ ഓടിക്കാണ്ട് ഭഗവാന്റെ കാരണമായിരുന്നു. അവിടെ ഒരുപാട് ആനയിരിക്കാൻ വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടൂല ഇവിടെ. അപ്പൊ അവരുകൊണ്ട് പോകും. അപ്പൊ അതിന്റെ എന്തോ ഭഗവാൻ അത്ര നേരം എന്നെ കളിപ്പിച്ചായിരുന്നു. അതാ നിന്നവർക്ക് മുഴുവനും ഭയങ്കര അതിശയമായിരുന്നു. തെറിയില്ല, തമ്മിട്ടില്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ മനോജിന് കയറ് കിട്ടി അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇതിനുള്ളിൽ ആരും കയറാണ്ട്. അപ്പൊ മനോജിന്റെ ഉള്ളിൽ നിയന്ത്രണം ഒക്കെ പറയും അവരോട്. മനോജിന്റെ കൂടുതൽ 10-30 ആനക്കാരുണ്ട്. ഞാൻ ആനക്കിട്ട് മുട്ടിയെ കൊടുത്തിട്ട് 3 പ്രാവശ്യം കോല അങ്ങോട്ട് വിട്ടു. ഇവന്റെ ചങ്ങിട്ട് കൊണ്ടാ വീണോടും ചത്തോളും. പക്ഷെ കേസുമില്ലല്ലോ. ഇവനായാലും വിദഗ്ധനാണ്. 3ാമത്തേന് ഇവൻ കയറ് കെട്ടിയിട്ട് മുറിച്ചപ്പുറം കിടന്നു. കൊടുക്കാൻ പറ്റില്ല. ആന കൂളായിട്ട് വണ്ടിയെ കയറി. എല്ലാം ഭഗവാന്റെ കാര്യം ഇവിടെ കെട്ടണം. അത് തീർച്ചയായിട്ടും നമ്മളൊരു പിടിയുന്ന ശക്തി വരാൻ ആ തൊഴുതത് എനിക്ക് മാത്രം തോന്നുന്നു. അത് ഭഗവാൻ എനിക്ക് വേണ്ടി തന്നെ, അടിയന് വേണ്ടി തന്നെ ഒരു മാണിക്യക്കല്ലായിരുന്നു.
ഭഗവാൻ മേത്ത് കയറിയോ എന്ന് തന്നെ സംശയമുണ്ട്.